Hello and welcome to a new episode of Leap by IAS Factor. So, നമ്മൾ 2026 പ്രിലിംസ് ലക്ഷ്യം വെച്ചുകൊണ്ട് കറണ്ട് അഫയേഴ്സ് MCQസിന്റെ രൂപത്തിൽ പഠിക്കുന്ന പരിപാടിയാണ് ലീപ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ഡേയ്സ് എപ്പിസോഡ്: Which of these organizations is behind the Global Greenhouse Gas Monitoring Infrastructure G3W എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിന് പുറകിലുള്ളത് ഇതിലെ ഏത് ഓർഗനൈസേഷൻ ആണ്? സോ G3W basically provides standardized real time tracking of greenhouse gases. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്: WMO, WWF, IPCC ആൻഡ് UNEP. 4 ഓപ്ഷൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം നോർമലി ഇങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ഓർഗനൈസേഷൻസിൻ്റെയും പേര് ഇവിടെ തന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ രസം, അല്ലേ? UNEP ഉണ്ട്, IPCC ഉണ്ട്, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഉണ്ട്. ഇതിലൊന്നും പെടാത്ത ഒരു WMOയും നമ്മൾ കാണുന്നുണ്ട്. അപ്പം നോർമലി നമ്മുടെ മനസ്സ് പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പം IPCC ഒക്കെ തന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആളുകൾ IPCC എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് പോകാനുള്ള വളരെ സാധ്യതയുണ്ട്. കാരണം അതങ്ങനെയൊന്നും എപ്പോഴും ഓപ്ഷൻസിൽ വരുന്നതല്ലല്ലോ. അതേപോലെ തന്നെ UNEP എവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതൊരു യുണീക്ക് ഫാക്റ്റ് ആണ്. ഇതൊരു യുണീക്ക് ഫാക്റ്റ് എന്തുകൊണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ G3W എന്ന് പറയുന്നത് പുറത്തു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ്. സോ WMO ആണ് എന്ത് G3W എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിന് പിന്നിലുള്ളത്. അല്ലാതെ നമ്മൾ യൂഷ്വലി സങ്കല്പിക്കുന്ന പോലെ UNEPയോ IPCCയോ ഒന്നുമല്ല. ഓക്കെ, അപ്പം എപ്പോഴും മനസ്സിലുണ്ടാവണം ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് മോണിറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ G3W എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ WMO ആണ്. ഓക്കെ, അപ്പം യുണീക്ക് ഫാക്ട്സ് എപ്പോഴും ശ്രദ്ധിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇനിയും പത്രം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ UPIയെ സംബന്ധിച്ചാണ്. Consider the following statements regarding UPI and its recent international expansion. First statement: the UPI Pay Now linkage between India and Singapore allows for instant, low-cost cross-border fund transfers between two countries' bank accounts. അപ്പോൾ UPI ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പം UPI Pay Now എന്ന് പറയുന്ന ഒരു ടൈപ്പ് സിംഗപ്പൂരിൽ വന്നിട്ടുണ്ടെന്നും അത് നടത്തുന്നത്, അതായത് ഇൻസ്റ്റന്റ് സ്പീഡ്, അതായത് നമ്മൾ UPI ചെയ്യത്തില്ല ഇന്ത്യയിലെ ബാങ്ക്സ് തമ്മിലുള്ള ക്യാഷ് ട്രാൻസ്ഫറിനെയാണല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ UPI യൂസ് ചെയ്യുന്നത്. അതേ സംഭവം തന്നെയാണ് UPIയും പേ നൗവും കൂടെ ചേർന്നിട്ട് ഇന്ത്യ സിംഗപ്പൂർ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അത് ട്രൂ ആവണ്ടേ? കാരണം നമ്മളിപ്പോൾ ഇന്റർനാഷണലി ഇപ്പം സിംഗപ്പൂരിൽ അവർക്ക് യൂസ് ചെയ്യാം, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യ സിംഗപ്പൂർ ക്രോസ് ബോർഡർ ഫണ്ട് ട്രാൻസ്ഫർ അത് പോസിബിൾ ആണ്. അതുകൊണ്ടാണല്ലോ ഇത് ന്യൂസിൽ വന്നത്. അതുകൊണ്ടാണ്, അതായത് ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂരിലേക്കും സിംഗപ്പൂരിൽ നിന്നും ഇന്ത്യയിലേക്കും UPI പേ നൗ ലിങ്കേജിൽ കൂടെ നമ്മൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ബാങ്ക് ട്രാൻസ്ഫർ നടത്താനൊക്കും. ലിമിറ്റ് ഇപ്പം വെച്ചിട്ടുണ്ട്. ആസ് ഓഫ് നൗ അറൌണ്ട് 60,000 ഇന്ത്യൻ റുപ്പീസ് ആണ് ഇതിന്റെ ലിമിറ്റ് വെച്ചിരിക്കുന്നത്. സ്റ്റിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, പണ്ട് കാലത്ത് ഒരു ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ എത്രയൊക്കെ നൂലാമാലകളായിരുന്നു. ആദ്യകാലത്താണെങ്കിൽ മറ്റേ അവിടെ നിന്നും ഡ്രാഫ്റ്റിംഗ് ആയിട്ട് വരണം. പിന്നീട് കുറച്ചുകൂടെ മാറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ മണി ട്രാൻസ്ഫർ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ പോലെയുള്ള സംവിധാനങ്ങളുണ്ടായി. ഇപ്പം അങ്ങനല്ല, ഇൻസ്റ്റന്റ് മണി ട്രാൻസ്ഫറാ. നമ്മൾ ഇന്ത്യയിൽ UPI ട്രാൻസാക്ഷൻ ഇന്ത്യക്കുള്ളിൽ നടത്തത്തില്ല, അതേ സ്പീഡിൽ തന്നെ നമുക്ക് എന്ത് നടത്താൻ പറ്റും? ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂരിലേക്കോ അവിടെ നിന്ന് ഇങ്ങോട്ടോ നമുക്ക് പണം അയക്കാനൊക്കും. And second one, the cross-border linkage is initially limited to P2P transfers and does not support P2M transactions. നമുക്ക് ഇന്ത്യയിൽ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസാക്ഷനും പറ്റും, പേഴ്സൺ ടു മെർച്ചന്റ് ട്രാൻസാക്ഷനും പറ്റും, അല്ലേ? പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? ഈ ക്രോസ് ബോർഡർ ലിങ്കേജിൽ, അതായത് ഇന്ത്യ സിംഗപ്പൂർ ക്രോസ് ബോർഡർ ലിങ്കേജിൽ ഇനീഷ്യലി P2P ഫണ്ട് ട്രാൻസ്ഫർ മാത്രമേ നടക്കൂ, അതായത് പേഴ്സൺ ടു പേഴ്സൺ ഫണ്ട് ട്രാൻസ്ഫർ മാത്രമേ നടക്കൂ. ഈ ലിമിറ്റഡ് എന്നൊക്കെ വാക്ക് കാണുമ്പോൾ നമുക്ക് സ്ട്രാറ്റജിക്കലി നമ്മൾ കുറെ സ്ട്രാറ്റജീസ് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് പ്രകാരം റോങ് ആണ് എന്ന് കൺസിഡർ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ലോജിക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ലോജിക്ക് വർക്കൗട്ട് ആവത്തുള്ളൂ. ലോജിക്കിനെ ഒപ്പോസ് ചെയ്യുന്ന കറണ്ട് അഫെയർ നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കണം. സോ ഇത് അതുപോലെ കരണമാണ്. ബിക്കോസ് ഇനീഷ്യലി അത് പേഴ്സൺ ടു പേഴ്സൺ
ട്രാൻസാക്ഷൻസ് മാത്രമേ അവർ അലൗ ചെയ്യുന്നുള്ളൂ. കാരണം അതിന്റെ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റുമല്ലോ പിന്നീട്. ഇപ്പൊ ഇനീഷ്യലി പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസാക്ഷൻ ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പേഴ്സൺ ടു മെർച്ചന്റിലേക്ക് മാറ്റാം, ഒരു പാടുമില്ല. ഓക്കെ, സോ ഈ UPI നിങ്ങൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കണം. ഫോർ ബോത്ത് UPI റിലേറ്റഡ് അല്ലെങ്കിൽ UPIയുടെ സിമിലർ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ടല്ലോ, യൂണിഫൈഡ് ലെൻഡ് ഇന്റർഫേസ് പോലൊക്കെയുള്ള. കാരണം IMF അവരുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ UPIയെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിക്കൊണ്ട് എഴുതുകയുണ്ടായി. ഭയങ്കരമായിട്ട്. അതായത് എന്താ, ഫ്രിക്ഷൻലെസ് പേയ്മെന്റ് സിസ്റ്റം എന്നാണ് IMF ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഫ്രിക്ഷൻലെസ് പേയ്മെന്റ് സിസ്റ്റം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, IMF പോലെ വലിയൊരു സംഘടന ഇന്ത്യയിലെ ആ ഡിജിറ്റൽ വിപ്ലവത്തിനെ വിളിച്ച പേര് എന്താ, ഫ്രിക്ഷൻലെസ് പേയ്മെന്റ് എന്നാ. ഫ്രിക്ഷൻലെസ്, അതായത് ഇതിനിടയ്ക്ക് ഒരു തടസ്സമില്ല. ആൻഡ് UPI is the largest real time payment system in the world by volume. ഓക്കെ, ഇങ്ങനത്തെ വാക്കുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ. ലാർജസ്റ്റ് റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റം ഇൻ ദി വേൾഡ് ബൈ വോളിയം. വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റമാണ് ഇന്ത്യയുടെ സ്വന്തം UPI. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IMFനെ കുറിച്ച് പറഞ്ഞോളൂ. IMF ബേസ് ചെയ്തിട്ടാണ് ചോദ്യം വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദി സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്? SDRനെ കുറിച്ചുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇത് നമ്മൾ കറണ്ട് അഫെയറിൽ വരാറുണ്ട്, ശ്രദ്ധിച്ചു വെക്കേണ്ടവർക്ക് ശ്രദ്ധിച്ചു വെക്കാം. അതുപോലെ നമ്മൾ ഇത് ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ ചെറിയൊരു ക്ലൂ അതിനെ കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. IMFനെ കുറിച്ച് സ്പെഷ്യൽ ചാപ്റ്റർ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പം 3 സ്റ്റേറ്റ്മെന്റ്സിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് SDR is a currency issued by IMF that can be used by countries for international trade. ഓക്കെ, SDR എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസി ആണ് എന്ന് പറയുന്നു. നമ്മൾ ഇതുവരെ SDR ഒരു കറൻസി ആയിട്ട് നമ്മൾ ഇതിന്റെ ഫോട്ടോ എങ്ങും കണ്ടിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ അവിടെ ഒരു തെറ്റിന് സാധ്യതയില്ലേ? ഇതൊരു കറൻസി എന്ന് പറയുന്നിടത്ത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഡോളർ, ഇപ്പം പത്രത്തിൽ നമുക്ക് എന്നും കാണാം, ഡോളർ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ വില താഴ്ന്നു. അപ്പൊ ഡോളർ പോലെ ഒരു കറൻസി ആണെങ്കിൽ, അല്ലെങ്കിൽ യൂറോ പോലെ ഒരു കറൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വന്നേനെ പത്രത്തിൽ? വല്ലപ്പോഴും എങ്കിലും എന്ത് വന്നേനെ? SDRനെതിരെ ഇന്ത്യൻ റുപ്പിയുടെ വില ഇടിഞ്ഞു അല്ലെങ്കിൽ വില കൂടി എന്നൊക്കെ ന്യൂസ് നമ്മൾ കാണണ്ടേ? നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് SDR ഒരു കറൻസി ആണ് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് വാല്യൂ ഈസ് ബേസ്ഡ് ഓൺ എ ബാസ്കറ്റ് ഓഫ് 5 മേജർ കറൻസീസ്: US ഡോളർ, യൂറോ, റെൻമിൻബി, yen ആൻഡ് പൗണ്ട് സ്റ്റെർലിംഗ്. ബേസിക്സ് വായിക്കുന്നവർക്കറിയാം, ദിസ് ഈസ് ട്രൂ. അതായത് ഈ 5 കറൻസീസിന്റെ ബാസ്കറ്റ് ചേർന്നിട്ട് രൂപപ്പെടുന്ന വാല്യൂവിനെയാണ് എന്ത് വിളിക്കുന്നത്? SDR എന്ന് വിളിക്കുന്നത്. ഈ 5 എണ്ണം ഫിക്സ്ഡ് ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനല്ല. ഫ്രീക്വന്റ്ലി റിവ്യൂ നടത്തും. അറൌണ്ട് വൺസ് ഇൻ 5 ഇയേഴ്സ് റിവ്യൂ നടത്തിയിട്ട് ഇതിൽ നിന്നും പുറത്തു പോകേണ്ട ഏതെങ്കിലും കറൻസി ഉണ്ടെങ്കിൽ അതിനെ മാറ്റുകയും പുതിയതിനെ ആഡ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് ദി currency. Okay, and third one, SDRs were originally created to supplement reserves of member countries in the wake of fixed exchange rate system collapse. അപ്പോൾ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന്റെ കൊളാപ്സിൽ രാജ്യങ്ങളുടെ റിസർവ്സിനെ സപ്ലിമെന്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നാണ് SDR എന്ന് പറയുന്നു. എന്താണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നുള്ളതൊന്നും നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആക്കുന്നില്ല, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം സപ്ലിമെന്റ് ചെയ്യാൻ കൊണ്ടുവന്ന റിസർവ് ആണെന്ന് പറയുന്നു. ഒരു നോർമൽ പത്രം വായിക്കുന്ന വ്യക്തിക്ക് ഒരു കാര്യം അറിയാൻ പറ്റും, SDR ഈസ് ആൻ ഇന്റർനാഷണൽ റിസർവ് എന്ന് നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും. SDR ഒരു ഇന്റർനാഷണൽ റിസർവ് ആണ് എന്നുള്ള ഒറ്റ ലോജിക്കിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് പറയാം? 2 and 3 ക്യാൻ ബി ദി റൈറ്റ് ആൻസർ എന്ന് പറയാം. അപ്പോൾ ഓർത്തു വെച്ചോ, SDR ഈസ് എ നോട്ട് എ കറൻസി, ഇറ്റ്സ് എ യൂണിറ്റ്. ഒരു യൂണിറ്റ് ആണ്. അതായത് IMF എല്ലാ കാര്യങ്ങളും വെയ് ചെയ്യുന്ന യൂണിറ്റ് ആണ് എന്ത്? SDR എന്ന് പറയുന്നത്. IMFലെ എല്ലാവിധ ട്രാൻസാക്ഷനും എന്താണ്? SDRന്റെ അടിസ്ഥാനത്തിലാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇന്ത്യ ഒരു $1 million കടം എടുത്തു എന്ന് കരുതുക. അതിന് അങ്ങ് $1 million കടമായിട്ടല്ല IMF പറയുക, അതിന് SDRന്റെ രൂപത്തിലേ പറയാറുള്ളൂ.
കാരണം IMF-ന്റെ എല്ലാ ട്രാൻസാക്ഷൻസിനും SDR എന്ന യൂണിറ്റിലാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ 1 മീറ്റർ തുണി എടുത്തു, 2 മീറ്റർ തുണി എടുത്തു, അല്ലെങ്കിൽ 2 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നില്ലേ, ആ യൂണിറ്റ് പോലത്തെ ഒരു യൂണിറ്റ് ആണ്, അക്കൗണ്ടിങ് യൂണിറ്റ് ആണ് എന്ത്, SDR എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ കറൻസി, ഇറ്റ്സ് ആൻ അക്കൗണ്ടിങ് യൂണിറ്റ് യൂസ്ഡ് ബൈ IMF ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇന്റർനാഷണൽ റിസർവ് അസറ്റ്. അതായത് ഇന്ത്യ ഇപ്പം വെച്ച് നോക്കുകയാണ്, ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നതിനകത്ത് ഗോൾഡ് ഉണ്ടാവും, ഫോറിൻ കറൻസി അസറ്റ്സ് ഉണ്ടാവും. അതേപോലൊക്കെ തന്നെ രണ്ട് അസറ്റും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് SDR ആൻഡ് RTP. ഇത് രണ്ടും UPSC ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് പ്രിലിംസിൽ. ഇത് രണ്ടും IMF-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിലാണ് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു ഏജന്റിക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഏജന്റിക് AI യെ കുറിച്ചിട്ടാണ് ചോദ്യം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. An agentic AI system can autonomously set long-term goals and break them down into smaller executable steps. ഏജന്റിക് AIക്ക് ഓട്ടോണോമസ് ആയിട്ട്, അതായത് ഒരു ഹ്യൂമൻ ഹെൽപ്പ് വലിയ രീതിയിൽ ഇല്ലാതെ തന്നെ ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനെ സ്മോളർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് എക്സിക്യൂഷനിലേക്ക് കൊണ്ടുപോകാനൊക്കും, അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ സ്റ്റെപ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കും എന്നാണ് പറയുന്നത്. ഏജന്റിക് AIയെ കുറിച്ച് വായിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഗസ്സിന്റെ സാധ്യത കുറച്ച് കുറവാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. റിഫ്ലക്ഷൻ മൊഡ്യൂൾസ് അലൗസ് ഏജൻസ് ടു റിവ്യൂ പാസ്റ്റ് ആക്ഷൻസ് ആൻഡ് ഔട്ട്കംസ് ലീഡിംഗ് ടു റിഫൈൻമെന്റ് ഓഫ് ഇറ്റ്സ് ഇന്റേണൽ ലോജിക്. അത് ഒരു പ്യുവർ ടെക്നിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് അത് ശരിയാണ് എന്ന് എടുക്കുകയേ നമുക്ക് മാർഗമുള്ളൂ. കാരണം റിഫ്ലക്ഷൻ മൊഡ്യൂളിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയത്തില്ല, മനസ്സിലായില്ലേ? പിന്നെ അതിനകത്ത് നോക്കിക്കേ, അതൊരു പ്യുവർ ടെക്നിക്കൽ സ്റ്റേറ്റ്മെന്റാ. റിഫ്ലക്ഷൻ മൊഡ്യൂൾ അലൗസ് ഏജന്റ് ടു റിവ്യൂ പാസ്റ്റ് ആക്ഷൻസ് ആൻഡ് ഔട്ട്കംസ് ലീഡിംഗ് ടു റിഫൈൻമെന്റ് ഇൻ ഇന്റേണൽ ലോജിക്. അതായത് മുൻകാലത്തെ അതിന്റെ കാര്യങ്ങളെ ഒക്കെ കൂടെ തുലനം ചെയ്തുകൊണ്ട് പുതിയ ലോജിക് അതിന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. AI അങ്ങനെയാണല്ലോ, പൊതുവെ AI ആണല്ലോ അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? ഓക്കെ. തേർഡ് വൺ, അൺലൈക്ക് ട്രഡീഷണൽ large language models LLMs, agentic AI system lack access to external tools or database like web browsers. കാരണം ഈ അൺലൈക്ക് ഇപ്പം വരുമ്പം തന്നെ നമ്മളെന്താ ഒരു തെറ്റിനുള്ള സാധ്യത അവിടെ കൺസിഡർ ചെയ്ത് നോക്കണം. അതായത് LLM പോലെയല്ല ഏജന്റിക് AIക്ക് എക്സ്റ്റേണൽ ടൂൾസും ഡേറ്റാബേസും ഒന്നും ആക്സസ് ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഏജന്റിക് AI എന്നാണ് അതിന്റെ പേര്. അതായത് AIയുടെ എന്തോ വലിയ പുതിയ സാധനമാണ് എന്ന് നമുക്കറിയാം, അല്ലേ? അതിന് ഈ പറയുന്ന വെബ് ബ്രൗസറിലോ ഡാറ്റാബേസിലോ ഒന്നും ആക്സസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണ് ഇത് കറക്റ്റ് ഒരു ഉത്തരം നമുക്ക് തരിക? അല്ലെങ്കിൽ അത് അതിന്റെ AI എന്ന് പറയുന്നതിന്റെ ഒരു ചുമതല എങ്ങനെയാണ് അത് നിറവേറ്റുക? നിങ്ങളൊന്ന് അലോജിക്കലി ആലോചിച്ച് നോക്കിയാൽ മതി. ഡേറ്റാബേസുകളിൽ ആക്സസ് ഇല്ല, വെബ് ബ്രൗസറിൽ ആക്സസ് ഇല്ല. ഇങ്ങനത്തെ ആക്സസ് ഇല്ലെങ്കിൽ ഈ സെർച്ച് എഞ്ചിനുകളിലൊക്കെ കിടക്കുന്ന ഡേറ്റ ഫെച്ച് ചെയ്താലല്ലേ അതിന് AI എന്ന് പറയുന്ന ഒരു കേപ്പബിലിറ്റി തന്നെ കിട്ടത്തുള്ളൂ. ലോജിക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതെന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇത് തെറ്റാനുള്ള സാധ്യതയില്ലേ? തെറ്റാനുള്ള സാധ്യതയുണ്ടല്ലേ? അപ്പൊ നോക്കൂ, നമുക്ക് 1 ഉണ്ട്, ബാക്കി കിടപ്പുണ്ട്. 3 തെറ്റി. 3 തെറ്റുമ്പോൾ തന്നെ ഇതല്ല, ഇതല്ല. ഒന്നുകിൽ 1 only, 1 and 2 only. ഇനി നോക്കൂ, നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ലോജിക്ക് അവിടെ കൂടെ ഒന്ന് പ്രയോഗിച്ച് നോക്കിയേ. ഏജന്റിക് AI എന്തോ പുതിയ AI സിസ്റ്റമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് സ്വതന്ത്രമായിട്ട് ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്തൂടെ? കൊടുക്കാമല്ലോ. ആ ഒരു ലോജിക്ക് പ്രയോഗിച്ചാൽ 1 ക്യാൻ ബി ദി റൈറ്റ് ആൻസർ, അല്ലേ? അപ്പൊ 1 and 2 only എന്ന് പറഞ്ഞതിലേക്ക് നമ്മൾ എത്തേണ്ടത് ഒരു ആസ്പിരന്റിന്റെ ലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമാണ്. ആൻഡ് ഏജന്റിക് AIയും നോർമൽ AIയും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഏജന്റിക് AI എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. അതായത് നമ്മുടെ നോർമൽ ജനറേറ്റീവ് AIയിൽ എന്ത് വേണം? ജനറേറ്റീവ് AI എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ChatGPT അല്ലെങ്കിൽ ജെമിനൈയുടെ ഒക്കെ മോഡൽസ് ഇല്ല, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽസ്, അതൊക്കെ ജനറേറ്റീവ് AIയുടെ ഭാഗമാണ്. അവിടെ നമ്മളുടെ ഇൻപുട്സ് ഉണ്ടാവണം, മനസ്സിലായോ? നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക, അതാണ് ജനറേറ്റീവ് AI. പക്ഷെ ഏജന്റിക് AI പറയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പാ. ഈ ജനറേറ്റീവ് AIയുടെ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ലീസ്റ്റ് ഹ്യൂമൻ ഇന്റർവെൻഷനോട് കൂടി, അതായത് മനുഷ്യന്റെ ഇന്റർവെൻഷൻസ് വളരെ കുറവ് മതി ഏജന്റിക് AIക്ക് വർക്ക് ചെയ്യാൻ. ജനറേറ്റീവ് AI എന്താ ചെയ്യുക? നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് അതേപോലൊക്കെ നമ്മൾ പറയുന്ന പ്രോംപ്റ്റിനനുസരിച്ച് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരും ജനറേറ്റീവ് AI. പക്ഷേ ഏജന്റിക് AI ഒരു പടിയും കൂടെ കടന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താ?
അവിടെ അവൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജ് ഉണ്ടാക്കി തരും, അതിനപ്പുറത്തേക്ക് ഈ ഇമേജ് നമ്മൾക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു തരും. അതായത് ഹ്യൂമന്റെ ഇന്റർവെൻഷൻ കുറച്ചുകൊണ്ട് AI കൂടുതൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നു അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്നു. ആ ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് അതിനെ ഷോർട്ട് ടേം ഗോൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുന്നു. ഇതിനെയാണ് ഏജന്റിക് AI എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏജന്റിക് AIക്ക് ഈ പറയുന്ന എല്ലായിടത്തേക്കും ആക്സസ് ഉണ്ട്. ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള LLMസിന് ശരിക്കും പറഞ്ഞാൽ ആക്സസ് ഇല്ല. അതാണ് അതിന്റെ രസം. ട്രഡീഷണൽ LLMസിന് ഈ പറയുന്ന എക്സ്റ്റേണൽ ടൂൾസിലേക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ ഒക്കത്തില്ല, പക്ഷെ ഏജന്റിക് AIക്ക് പറ്റും. സോ ഏജന്റിക് AI എല്ലാത്തിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു 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 സിസ്റ്റമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി ടേം ഡ്രിപ്പ് പ്രൈസിംഗ്? ഡ്രിപ്പ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ എ, ഹിഡൻ കോസ്റ്റ് ദാറ്റ് അക്യുമുലേറ്റ് ഇൻ ദി എൻഡ് ടു കോസ് എ സ്പൈക്ക് ഇൻ ദി ചെക്ക് ഔട്ട് എമൗണ്ട്. അതായത് നമ്മൾ ആദ്യം ഒരു വെബ്സൈറ്റിൽ കയറി കാണുമ്പോൾ ഷർട്ടിന് 200 രൂപ വില. അപ്പൊ നമ്മൾ എന്തെടുക്കും? നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ കാണാം പ്ലാറ്റ്ഫോം ഫീ 150 രൂപ, കൺവീനിയൻസ് ഫീ 100 രൂപ, ഡെലിവറി ചാർജ് 150 രൂപ. ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെടുക്കും? ലാസ്റ്റ് ചെക്കൗട്ട് എമൗണ്ട് നമ്മൾ തുടങ്ങിയത് 200 രൂപ കണ്ടിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് തുടങ്ങിയതാ. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്തായി? 850 രൂപ. ഇതാണ് ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത്. The option B, practice of heavily discounting products near their expiration due to minimize waste. എക്സ്പയറി പീരീഡ് തീരാറാകുമ്പോൾ ഹെവി ഡിസ്കൗണ്ട് ഇട്ടിട്ട് വിൽക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാടടുത്ത് അല്ലേ? അതാവാം. സി, ചാർജിങ് ഡിഫറെന്റ് പ്രൈസസ് ടു ഡിഫറെന്റ് കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ ദർ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓർ ബ്രൗസർ ഹിസ്റ്ററി. അതായത് വ്യക്തികളെ അവരുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ചും ബ്രൗസർ ഹിസ്റ്ററിക്ക് അനുസരിച്ചും വ്യത്യസ്ത പ്രൈസുകൾ കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഈസി എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ഓൺലൈനിൽ എന്തിന്റെ പ്രൈസ് വേണമെങ്കിലും നോക്കിക്കോ, ഐഫോണിൽ കൂടെ ആൻഡ്രോയിഡ് ഫോണിൽ കൂടെ കയറി നോക്കുക, രണ്ടിലും രണ്ട് പ്രൈസ് ആയിരിക്കും കാണിക്കുക. കാരണം എന്താ? ആ സിസ്റ്റം പഠിച്ചു വെച്ചിരിക്കുന്നത് ഐഫോണിൽ കൂടെ ബ്രൗസ് ചെയ്യുന്നവൻ കുറച്ച് കാശൊക്കെ ഉള്ളവനാ, അപ്പോൾ അവന് റേറ്റ് കൂട്ടി കൊടുക്കാം. ഇപ്പൊ സെയിം ഷർട്ടിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ആൻഡ്രോയിഡിൽ കൂടെ കയറി നോക്കുമ്പോൾ 200 രൂപയാണെങ്കിൽ ഐഫോണിൽ കൂടെ കയറി നോക്കുമ്പോൾ അത് 500 രൂപയായിരിക്കും. അപ്പോൾ ഇതേപോലെ കാണും. അമേരിക്കയിൽ നിന്ന് നോക്കുമ്പോൾ അതിന് 1000 രൂപയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ 500 രൂപയ്ക്ക് കാണിക്കും. അതാണ് ഡ്രിപ്പ് പ്രൈസിംഗ് എന്ന് ഓപ്ഷൻ സി പറയുന്നു. ആൻഡ് ഓപ്ഷൻ ഡി, സെറ്റിംഗ് എ ലോ ഇനീഷ്യൽ പ്രൈസ് ദാറ്റ് ഈസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ് ഓവർ ടൈം. അതായത് ഇനീഷ്യലി ഒരു സാധനം ചെറിയ പൈസയ്ക്ക് വിൽക്കുന്നു, പിന്നീട് കാലങ്ങൾ ചെല്ലുമ്പോൾ അതിന്റെ വില കൂട്ടിക്കൊണ്ട് വരുന്നു. അപ്പൊ നമ്മുടെ റീചാർജുകളൊക്കെ നോക്കിയാൽ മതി അല്ലെ? ജിയോയുടെ റീചാർജ് ഒക്കെ നോക്കിയാൽ മതി. ഇനീഷ്യലി എന്താ, ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നെ കുറെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വർഷം 2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ വില കൂട്ടും. അപ്പം ഇതിലേതാണ് ഡ്രിപ്പ് പ്രൈസിങ്ങിന് എക്സാമ്പിൾ? ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലീപ്പിൽ കൊണ്ടുവരാറുള്ള ടൈപ്പ് ഓഫ് ചോദ്യമാണ്. കാരണം ഇത് നിങ്ങൾക്ക് പത്രത്തിന്റെ ന്യൂസിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ പത്രത്തിലെ പരസ്യങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. ഈ ഡ്രിപ്പ് പ്രൈസിംഗ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ ഏറ്റവും കൂടുതൽ കഴിയുക പത്രങ്ങളിലെ പരസ്യങ്ങളിലാണ്. ആര് കൊടുക്കുന്ന പരസ്യം? കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പരസ്യം. അതാണ് അതിന്റെ രസം. കേന്ദ്ര സർക്കാർ എന്തിനു പരസ്യം കൊടുക്കുന്നു? ഡ്രിപ്പ് പ്രൈസിങ്ങിനെ സൂക്ഷിക്കുക എന്നും പറഞ്ഞിട്ട് അവര് പരസ്യം കൊടുക്കും. ഈയിടെ ദീപാവലിയൊക്കെ ആയിരുന്നു, അതിന്റെ GST ബച്ചത്ത് ഉത്സവം നടക്കുകയായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് എന്ത് പറ്റി? ധാരാളം ഡ്രിപ്പ് പ്രൈസിങ്ങിന് സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിൽ കൂടെ സർക്കാർ ഡ്രിപ്പ് പ്രൈസിനെ കുറിച്ച് വലിയ രീതിയിൽ വലിയ ന്യൂസാണ് കൊടുത്തത്. നമ്മൾ പരസ്യമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഡ്രിപ്പ് പ്രൈസിങ്? ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. അതായത് ആദ്യം കയറുമ്പോൾ ചെറിയ വില കാണിച്ചുകൊണ്ട് നമ്മളെ കയറ്റും. നമ്മൾ ഇതൊന്നും അറിയുന്നുണ്ട്, ലാസ്റ്റിൽ ചെക്കൗട്ടിന്റെ ടൈമിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഒരു കള്ളത്തരം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത്. ആൻഡ് ഡ്രിപ്പ് പ്രൈസിങ്ങിനെ ഒരു ഡാർക്ക് പാറ്റേൺ ആയിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2019 പ്രകാരം ഡ്രിപ്പ് പ്രൈസിങ് ഈസ് എ ഡാർക്ക് പാറ്റേൺ. ഇത് അനുവദനീയമല്ല. ഈ ഡാർക്ക് പാറ്റേൺ എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. മറ്റ് ഡാർക്ക് പാറ്റേൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോൾസ് അർജൻസി നമുക്ക് കണ്ടുകൂടെ? നമുക്ക് പലപ്പോഴും നമ്മൾ മൊബൈലൊക്കെ തുടങ്ങുമ്പോൾ ഇത് അവസാനത്തെ മറ്റേ നാപ്റ്റോളിന്റെ ഒക്കെ പരസ്യം കണ്ടിട്ടില്ലേ? ഇനി 6 പീസുകൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചില ആപ്പുകളൊക്കെ ഇങ്ങനെ പുഷ് നോട്ടിഫിക്കേഷൻ തരും, only 2 more pieces എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതൊരു ഡാർക്ക് പാറ്റേൺ തന്നെയാണ്. ബാസ്ക്കറ്റ് സ്നീക്കിംഗ്, കൺഫേം ഷെയ്മിങ്, ഫോഴ്സ്ഡ് ആക്ഷൻ, സബ്സ്ക്രിപ്ഷൻ ട്രാപ്പ്,
ഇന്റർഫേസ് ഇന്റർഫറൻസ്, ഇങ്ങനെ പറയുന്ന ഡാർക്ക് പാറ്റേൺസ് കുറേ ഉണ്ട്. ആ പേരൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇത് നോർമലി എങ്ങും കൊടുക്കാറില്ല. ഇത് ആക്ടിനകത്ത് നമ്മൾ പോയി നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പം വേണമെങ്കിൽ ഒരു ചോദ്യം വരാം, ഇതിലേതൊക്കെയാണ് ഡാർക്ക് പാറ്റേൺസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻസ് എന്ന് ചോദിക്കാം. അപ്പൊ ഡ്രിപ്പ് പ്രൈസിങ്, ഫോൾസ് അർജൻസി, ബാസ്ക്കറ്റ് സ്നേക്കിങ്, കൺഫേം ഷെയ്മിങ്, ഇതെല്ലാം എന്താണ് ഡാർക്ക് പാറ്റേൺസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ റെഗുലർലി ഇതുപോലത്തെ ഡാർക്ക് പാറ്റേൺസിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ആഡ്സ് സോഷ്യൽ മീഡിയയിൽ പോകാറുണ്ട്. ഇതേപോലെ കാരണം പത്രത്തിലും വന്നിട്ടുണ്ട്.